ഞാൻ ഇങ്ങനെ ദുൽഖറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡാണ്, അപ്പോൾ യു ഡോണ്ട് വറി, ലൈക്ക് നമ്മളെല്ലാം ചെയ്ത ഒരു സ്റ്റെപ്പ് മേളിലാണ്. ഇപ്പോൾ ലോക ഇതേപോലെ കാരണം ദുൽഖർ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ദുൽഖറിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആക്ട് ചെയ്യായിരുന്നു, കാരണം ദുൽഖറിന് മാർക്കറ്റുണ്ട്. ഇപ്പോൾ ദുൽഖർ എന്താ ചെയ്ത പുതിയ യങ്സ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. സോ ഇപ്പോൾ വിനീത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമാണ് വിനീതിൻ്റെ ഒരു തോട്ട് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം അറിയില്ല, ഫുൾ സ്റ്റാർ കാസ്റ്റുള്ള പടമാണ്. അപ്പോൾ ആ സമയത്ത് വിനീത് ഡിസൈഡ് ചെയ്തിരുന്നു നമുക്ക് അടുത്തൊരു കാരണം നോബിൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞത്. ആ ദിവസം വൈകിട്ട് തന്നെ എന്നെ വിളിച്ചിരുന്നു വിനീത് വിളിച്ച് പറഞ്ഞു, എടാ നമുക്കൊരു ട്രില്ലർ പടം ചെയ്യണം, വെളിരാജ്യത്തിലാണ് ഷൂട്ട്, അപ്പോൾ നമ്മുടെ ഫുൾ ഇതിൻ്റെ പൈസ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിലായിരിക്കണം, ടെക്നീഷ്യൻസ് വിൽ ബി ദ കിങ്, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഷൂട്ട് നമുക്ക് ഒന്നും പ്രൊഡക്ഷൻ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത പടമായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിനീതായിട്ട് 2 ഹൃദയം കഴിഞ്ഞു, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞു. അപ്പം ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാനാണല്ലോ അത് കൂടെ നിൽക്കേണ്ട, ആ ഒരു സുഹൃത്തെന്ന നിലയിൽ ആ ഒരു വിഷനിൽ ഇതും കൂടെ നിൽക്കണം എന്ന് എനിക്ക് തോന്നി. അതിലാണ് കാരണം നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ബിസിനസ് വൈസോ അല്ലെങ്കിൽ ഇതിൻ്റെ മാത്തമാറ്റിക്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഈ പടം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പോൾ സിനിമ ഒരു ആക്ഷൻ ഡിമാൻഡ് ചെയ്ത സിനിമയാണ്. നോബിൾ ഒരിക്കലും ഒരു ആക്ഷൻ ഹീറോ ആയി പ്രൂവ് ചെയ്ത മനുഷ്യനല്ല. സിനിമ കണ്ടാലും അറിയാം, സീൻ ബൈ സീനാണ് അദ്ദേഹം ആക്ഷൻ ഹീറോ. ഓപ്പണിങ്ങിൽ തന്നെ വലിയൊരു ഹീറോ അല്ല. അങ്ങനെ ഒരു കഥ നോബിളിനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് മനസ്സിലാക്കിയത്? വിനീത് ആദ്യം ഈ സ്റ്റോറി നോബിൾ നറേറ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി നോബിൾ അവിടെ ചെന്നൈ പോയത് വിനീതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഈ കഥയുടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നോബിൾ നറേറ്റ് ചെയ്തുകൊണ്ടപ്പോൾ വിനീത് ഒബ്സർവ് ചെയ്തായിരുന്നു. അപ്പോൾ നോബിൾ ആക്ച്വലി ആ സിനിമ ഹീറോ ആയിട്ടും ഡയറക്ടറായിട്ടും ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ നോബിൾ കുറച്ചും കൂടെ നറേറ്റ് ചെയ്തപ്പോൾ വിനീതിന് മനസ്സിലായി, ഓക്കെ ഹി ക്യാൻ പുൾ ഇറ്റ് ഓഫ്. കാരണം വിനീതിൻ്റെ പടങ്ങൾ അറിയാമല്ലോ, നിവിനെയും അർജുനെ കൊണ്ടുവന്ന വിനീത, ഇപ്പം തിര നോക്കിയ ധ്യാനെ കൊണ്ടുവന്നതും വിനീത, ഹൃദയത്തിന് അപ്പൂന് ലൈക്കബിലിറ്റി കൊണ്ടുവന്നതും വിനീത. അപ്പോൾ വിനീതെന്ന് അറിയാം ഒരാളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ വിനീതിന് അന്നേ ഉറപ്പിച്ച കാര്യമാണ്, ഇല്ല എടാ നോബിൾ നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു നോബിളിനെ കൊണ്ട് പറ്റും. പിന്നെ ആ സമയത്ത് നോബിൾ കുറേ ഇങ്ങനെ വർക്കൗട്ട്സ് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വിനീത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിനീത് അപ്പം മനസ്സിലായി ഇങ്ങനെ ഇപ്പം ഇതിൽ കുറേ ചാട്ടമൊക്കെ ഉണ്ടല്ലോ, എല്ലാ സംഭവം വിനീത് കണ്ടു. അപ്പോൾ വിനീത് ഇത് നോബിളിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ആ സമയത്ത് മനസ്സിലായി. ഞാൻ എൻ്റെ ട്രസ്റ്റ് ഫാക്ടറാണ് വിനീതാണ് ഫുൾ. വിനീത് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും, വിനീത് ഏത് കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ മലയാളം സിനിമ ഒരു കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് ലോക പോലൊരു സിനിമ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന സിനിമ ഏകദേശം 275 കോടി കളക്ട് ചെയ്യുന്ന പറയുന്നത് വലിയൊരു കാര്യം. പിന്നെ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വിശാഖത്ത് നോക്കുന്നത് വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഫാക്ടറിന് അപ്പുറത്ത്. അല്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച എല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നപ്പം ഞാൻ ഇങ്ങനെ ദുൽഖറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡാണ്, അപ്പോൾ യു ഡോണ്ട് വറി, ലൈക്ക് നമ്മളെല്ലാം ചെയ്ത ഒരു സ്റ്റെപ്പ് മേളിലാണ്. ഇപ്പോൾ ലോക ഇതേപോലെ കാരണം ദുൽഖർ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ദുൽഖറിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആക്ട് ചെയ്യായിരുന്നു, കാരണം ദുൽഖറിന് മാർക്കറ്റുണ്ട്. ഇപ്പോൾ ദുൽഖർ എന്താ ചെയ്ത പുതിയ യങ്സ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ദുൽഖറിനെ വെച്ചല്ല ഒരു പടം ആക്ട് ചെയ്ത് ബിസിനസ് ആക്കിയത്. അപ്പോൾ അതും എനിക്ക് പോലത്തെ എക്സാമ്പിളാണ്. കാരണം അറ്റ് ദ സെയിം ടൈം ഓണത്തിന് ദുൽഖർ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ ബാക്ക് വരുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു. മലയാള പടത്തിലെല്ലാം ഇങ്ങനത്തെ കോണ്ടന്റ് ഓറിയൻറ്റഡ് ഫിലിംസ് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളെല്ലാം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് കൂടി എനിക്ക് ധൈര്യം കാണും, ഒരു പടം കൂടെ ശരി ഇനി ഇതല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ഒരു കോണ്ടന്റ് ഉണ്ടെന്ന ഒരു ധൈര്യം കാണും. ഇപ്പോൾ എല്ലാം ഈ പടം പോലെ ഇരിക്കുമായിരുന്നു, എല്ലാം ഇതിൻ്റെ സക്സസ് പോലെ. കാരണം വിനീത് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, തിര എപ്പോഴും ഭയങ്കര കൾട്ട് ഫോളോയിങ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് തിരക്ക് തിയേറ്ററിൽ വേണ്ട വിജയം വന്നില്ല. സോ ഞങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ തിയേറ്ററിൽ പടം ഓടണം. അത് എൻഡ് ഓഫ് ദി ഡേ തിയേറ്ററാണ് സക്സസ്. വിനീതിനെ വിളിച്ച് എന്താ പറയുക, നമുക്ക് ചെന്നൈ പാസം മാത്രമല്ലടാ നമ്മൾ തെളിയിച്ചു അങ്ങനെ പറയാം. അതെ, നിങ്ങൾ വേണം അത് പറയാൻ, നമ്മളല്ല. വിനീതിൻ്റെ കാരണം കുറേ ഇപ്പോൾ സുചിത്രേച്ചി ഇപ്പം വന്നപ്പോൾ സുചിത്രേച്ചി പറഞ്ഞല്ലോ വിനീതിനെ കൊണ്ട് ഇതും പറ്റുന്ന വിനീത് പ്രൂവ് ചെയ്യുന്നു. സുചിത്രേച്ചി അത് പറയുമ്പോൾ ഉള്ളിൽ നിന്നാണ് പറയണത്. കാരണം കുറേ പേർക്ക് വിനീതിൻ്റെ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. ഹി ക്യാൻ ഡു ദിസ് ഓൾസോ, ഹി പ്രൂവ്ഡ്.